ഞാനിപ്പോ ശവമാകും. ആ നിലവിളി ശബ്ദം ഇടോ. ചത്ത് 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 ചത്ത്. ഓ ഭയങ്കര ചൂട്. കുറച്ച് പച്ചവെള്ളം ഒഴിക്കാം. എല്ലാരും അടിച്ചു കയറി വാ. അടിച്ചു കയറി വാടോ. അടിച്ചു കയറി വരട്ടെ. തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കേണ്ടത്. അല്ലാതെ തണുപ്പിക്കാനായി തിളപ്പിച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ഹായ്, നമസ്കാരം കൂട്ടുകാരെ. പുതിയൊരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇന്നലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാം ഒന്നും ഇട്ടില്ല, രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ബാക്കി ഉച്ചത്തെ കാര്യങ്ങളും കൂടിയാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും അതിന് കൊടുത്ത ഒരു സപ്പോർട്ട് എനിക്ക് ഇതിനും വേണം. ഇത് നിങ്ങൾ കാണുക. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കാണുക കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഇതിപ്പോൾ ഉച്ചയൊക്കെ ആയി. ഇനി അമ്മാമ്മ എന്തൊക്കെയോ പാചകം ചെയ്യുന്നുണ്ട്. ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. നമ്മുടെ വീട് നിങ്ങൾ അങ്ങനെ കുറച്ചൊക്കെ ആയിരിക്കും ഇവിടെ ഇരുന്നിട്ട് കണ്ടിട്ടുള്ളത്. ഇത് നമ്മുടെ പൂജാമുറിയാണ്. പൂജാമുറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ രീതിയിൽ വിളക്കൊക്കെ വെച്ച് കത്തിക്കുന്നതാണ്. വിളക്ക് നമ്മൾ ഇപ്പൊ അവിടെ വെക്കുന്നില്ല, അവിടെ പുറത്ത് വെച്ചിട്ടാണ് കത്തിക്കുന്നത്. പിന്നെ നമുക്ക് രണ്ട് മുറി, അത് നമ്മളൊരു ഹോം ടൂർ ആയിട്ട് ചെയ്യാം. നമ്മളെ ഒരു ഇത് കാരണമാണ് ചെയ്യാൻ പറ്റാതെ ഓരോ പ്രശ്നം ബുദ്ധിമുട്ട് ഇതൊക്കെ ആയിട്ട് ഉടനെ തന്നെ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ അകത്ത് വെക്കാൻ. ഇതാണ് കിച്ചൺ. ഒരു ചെറിയ കിച്ചൺ ആണ് സാധാരണ. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഇതൊക്കെ കാണും. ആരോഗ്യമൊക്കെ ഉണ്ട്. അയ്യോ അതവിടെ ഇരിക്കട്ടെ. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ അമ്മാമ്മ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ഒരു 1-2 വീഡിയോസിലൊക്കെ ഉണ്ട് അമ്മാമ്മ. അപ്പം അമ്മച്ചിയാണ്. അമ്മ പോകുമ്പോഴേ എന്റെ കൂടെ ഇരുന്ന് അമ്മച്ചി അപ്പനും അമ്മച്ചി അപ്പനും ആണ്. അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുമ്പോഴേ എന്നെ നോക്കുന്ന എല്ലാം അവർ രണ്ടുപേരും കൂടിയാണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അമ്മ ഇന്ന് ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ ചന്ത എന്ന് പറയാൻ പറ്റില്ല, വഴി സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വെക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒരു 100 രൂപയ്ക്ക് കണവ വാങ്ങിച്ചുകൊണ്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്നൊന്നും പറയാം, ഇഷ്ടമാണ്. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പം അമ്മച്ചിതാ കുഞ്ഞുള്ളി ഇത് അരിഞ്ഞിട്ടാണ് ഇതിട്ടിട്ട് എന്ത് ചെയ്യാം അമ്മച്ചി? ഗ്യാസ് ഓണാക്കി മറന്നു പോയാ. അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ അവർക്കൊക്കെ കറി വയ്ക്കുന്നതാണ് ഇഷ്ടം. അവർ കറി പോലെയൊക്കെ വെക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോരൻ. അപ്പം ഞാൻ പറഞ്ഞ അമ്മാമ്മ എനിക്കതൊരു തോരൻ വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആന്നൊക്കെ പറഞ്ഞതാ. എല്ലാം ആയിട്ടുണ്ട്. എന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ ഇത്തിരി താമസിച്ചു പോയി. അപ്പം അതെങ്ങനെയാണ് വെക്കുന്നത് എന്നൊക്കെ അമ്മച്ചി പറഞ്ഞു തരും. സാധാരണ രീതി അങ്ങനെ വലുതായിട്ടൊന്നും അല്ല, ചെറിയ രീതി. ഒരു വലിയ ഒരു ഇത് തന്നെ അമ്മച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് തന്നാൽ മതി. ഇപ്പൊ ഇതിലിട്ടിട്ടുള്ളത് ഉള്ളിയും ചെറിയ ഉള്ളി, അയ്യോ അല്ല, ഓയിലും ചെറിയ ഉള്ളിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതെന്തൊരു എനിക്കെല്ലാം ഒരു ചെറിയൊരു പേടി, വേറെ ഒന്നുമില്ല. പിന്നെ ഉള്ളി, തേങ്ങ, മുളക്, മസാല. എന്തൊരു മസാല? ഇറച്ചി മസാല. ഇതിത്ര ഇട്ട് അരക്കില്ലേ? അരച്ചിട്ട് നമ്മുടെ കണവ, കൂന്തലെന്നൊക്കെ പറയും, നമ്മളിവിടെ കണവയെന്നാണ് പറയുന്നത്. അത് നൈസായിട്ട് അരിഞ്ഞ് ഇതൊക്കെ റൗണ്ടിന് അരിഞ്ഞ് ഇതും കൂടി ചേർത്ത്, ഇത് മറ്റേ കുരുമുളക് പൊടിയല്ലേ ഇത്? അല്ല, പെരുംജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് ഇനി ഇത് അതിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ച കണവയാ? ഇങ്ങനെ
ഉള്ളി അതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ കുക്ക് ചെയ്ത കണവയാണ്. അപ്പൊ ഇത് കുക്ക് ചെയ്ത കണവയാണേ. നോക്കി കുറച്ചേ ഉള്ളൂ എനിക്ക് വേണ്ടി മാത്രം. ബാക്കി അവര് കറി എന്തോ ആയിട്ടത് വെക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കൽ നമ്മുടെ ഒരു വല്യമ്മ ഉണ്ട്, വല്യമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ ഇതുപോലെ വല്യമ്മ വെച്ച് തന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഇത് നമ്മൾ എങ്ങനെയാണെന്നറിയാം, ചിപ്പി ഉണ്ടല്ലോ, കല്ലുമക്കായ എന്നൊക്കെ പലയിടത്തും പറയും. അപ്പൊ ചിപ്പിയൊക്കെ ഇതുപോലെയാണ് നമ്മൾ തോരൻ വെക്കുന്നത്. ഭയങ്കര അപ്പോൾ ഇത് നമ്മുടെ ഇതൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് നല്ല രീതിയിൽ വേവിച്ചെടുത്തതാണ്. ആ കൂട്ടുകാരെ, നിങ്ങൾ ചിലവർക്ക് അതിന് ഒരു ഇതുണ്ടായിരിക്കും. നമ്മളിത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതൊന്നും എനിക്ക് ഭയങ്കര വെക്കാൻ ഭയങ്കര കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വെക്കുന്നേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ അമ്മച്ചി വെക്കുന്നതാണ്. അമ്മ വെക്കുന്ന ഭയങ്കര ടേസ്റ്റാണ്. അമ്മാമ്മയുടെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ചമ്മന്തിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ പുളി ചമ്മന്തി ഉണ്ടാക്കും, പിന്നെ സാധാ തേങ്ങാ ചമ്മന്തി. പക്ഷെ അതിന് രണ്ടിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ അമ്മ വെച്ചാൽ അത് കിട്ടില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മ ചെയ്യിക്കണമെങ്കിൽ. പിന്നെ ഉണ്ണിയപ്പൊക്കെ ചുടണം. അതൊക്കെ പതുക്കെ വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ അമ്മച്ചി ഓരോ ഇതായിട്ട് നിൽക്കുമ്പോഴും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ആയാ ഇനി അതിന്റെ കണക്കിന് മൂത്ത് വരുവാണ്. ഇപ്പൊ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിത് ഉച്ചക്ക് കഴിക്കാം. ഉച്ചക്ക് ചോറിന്റെ കൂടെ കഴിക്കാം. അപ്പൊ ഇനി കഴിക്കട്ടെ. വിശക്കൊന്നും ഇപ്പൊ തന്നെ 2 മണിയായെന്ന് തോന്നുന്നു. വിശക്കാണ്. എന്തായാലും പോയി കഴിക്കട്ടെ. അതും കൂടി കാണിക്കാം. ഓക്കെ, ഇറങ്ങൂ വിളിക്കട്ടെ മാമന്. വണ്ടി ഇറങ്ങണം. വിഷയമുള്ള കാര്യമല്ല. കേറണയാണ് പാട്. കേറണ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ തിരിച്ചു പോട്ടെ. ഇനി എന്നിട്ട് അമ്മമ്മ വിട്ട് ആ ചോറൊക്കെ എടുത്തു തരാൻ പറയുന്നത്. അമ്മച്ചി ഉണ്ടെങ്കിൽ നമുക്കൊരു മടിയാണ് എല്ലാം ചെയ്യാൻ. അമ്മാമ്മ ചെയ്യും. അമ്മമ്മ ഇനി വിശക്കണം. വിശക്കണം. അയ്യോ, അപ്പൊ സമയം നല്ല ആയിട്ടുണ്ട്. അതാണ് വിശക്കണ്. മരുന്നൊക്കെ കഴിക്കാനുണ്ട്. അപ്പൊ നമ്മളിന്ന് ഒന്ന് ഡോക്ടറിനെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം അന്ന് കാണിച്ചിട്ടൊക്കെ വന്ന വഴിയിലായിരുന്നു ഇതുപോലെ കണവ വാങ്ങിച്ചിട്ട് വന്നത്. വേറൊന്നുമല്ല, ഒരു വയറുവേദന വന്നു. അത് പിന്നെ എന്നിട്ട് 2 ദിവസമായി. പക്ഷേ ഒരു മാറുന്നില്ലായിരുന്നു. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. അത്ര രീതിയിൽ വേദന എടുക്കുകയായിരുന്നു. അങ്ങനെ പോയതാണ് ഇന്ന്. പോയിട്ട് വന്ന ഗുണമുണ്ട്. ഒരു കണവ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ പുറത്തുനിന്നൊന്നും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വാങ്ങിച്ച് കഴിക്കത്തില്ല. അപ്പം അത് ഇത്തിരി കൂടി സേഫ് ആയിട്ടുള്ളത് ഇവിടെ വീട്ടിൽ വെച്ച് കഴിക്കുന്നതല്ലേ. അപ്പം ടേസ്റ്റും കൂടെ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാനും പറ്റും. അപ്പം അമ്മ ചോറൊക്കെ എടുത്ത് ചോറ് ഇതൊക്കെ കറിയില്ല. പുളിയും ചേർന്നൊക്കെ പറയുമല്ലോ, അതിനെയാണ് നമ്മൾ പുളിയും അങ്ങനെ എന്തോ ആണ്. പുളിയും മുളകും അങ്ങനെ അങ്ങനെ. പിന്നെ നെത്തോലി ഒരാൾ കൊടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചത്. അത് ഒരു ഇതിലൂടി കൊണ്ടുവരണ കാരണം അയ്യോ അത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അതും മറന്നു. അപ്പൊ അതിന് മുമ്പ് നമ്മളൊന്ന് കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ആഹാരം കഴിക്കാൻ. അപ്പൊ എന്റെ കയ്യിലൊന്നും ഇല്ല എങ്കിലും ഒന്ന് കൈ കഴുകുന്നത് നല്ലതല്ലേ. നമ്മൾ അവിടെ പോയി അടുക്കള കയറി ചെയ്തൊക്കെ അല്ലേ വന്നത്. കൈ കഴുകട്ടെ. രണ്ട് കൈ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കഴിക്കാൻ പറ്റും. ഒരു കൈ കൊണ്ടിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് സ്പൂണ് വെച്ചിട്ട്. സ്പൂണ് നമ്മൾ കൈ കൊണ്ട് കഴിക്കുന്ന ആ ഒരു സ്വാദും അതൊന്നും സ്പൂണ് വെച്ചാൽ കിട്ടില്ല. എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ സ്പൂൺ വെച്ച് കഴിക്കാം. അപ്പോൾ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
അടിപൊളി അടിപൊളി. അമ്മച്ചി തോരനൊക്കെ വെച്ച ടേസ്റ്റ് കഴി കഴി നമ്മള് നമ്മുടെ ഈ കറി നോക്കട്ടെ. പുളിയും കുറച്ചെടുത്തു മീനിടും. മോൻ്റെ ഒരു പറ്റ് വേറെ പൊരിച്ച് വെച്ച് നാട്ടിൽ ഒരു പിടിക്കട കട്ടാന്നേ ഇടുന്നതേ കഴിച്ചോണേ. വെള്ളം കിട്ടും. അടിപൊളി. ഇത് സാധാരണ രീതിയിലൊക്കെ ചെയ്യുന്ന ചിലവരൊക്കെ നല്ല അടിപൊളി രീതിയിലൊക്കെ തോരൻ വെക്കും. നമ്മളിവിടെ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. ഇപ്പോഴേ ഞങ്ങള് ഉച്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ലഞ്ച് എന്താണെന്ന് കമന്റ് ചെയ്യുക. ഞാൻ കഴിക്കട്ടെ. അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും അതും കൂടി കണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ബൈ പറയുന്നില്ല, അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ കഴിക്കട്ടെ.